ബലൂൺ വേണോ മോൾക്ക്? മണലിൽ മുട്ടുകുത്തിയിരുന്ന് ജെനി കിങ്ങിണിയോട് ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് അവള് തലയാട്ടി. ഇതെടുത്തോ, ചേച്ചി മോൾക്ക് വേണ്ടി വാങ്ങിയതാണ്. അവളുടെ നേർക്ക് ബലൂൺ നീട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവളുടെ കുഞ്ഞിക്കണ്ണുകൾ വീണ്ടും തിളങ്ങി. ഇതൊന്നും വേണ്ട മോളെ, ഇപ്പൊ പറത്തിക്കളയും. അവളുടെ അമ്മ ജെനിയെ തടഞ്ഞു. സാരല്ല ചേച്ചി, അവള് കുഞ്ഞല്ലേ. ചിരിച്ചുകൊണ്ട് ജെനി അവരോട് പറഞ്ഞു. അടുത്തു വാ. ജെനി കിങ്ങിണിയെ അവളുടെ അടുത്തേക്ക് വിളിച്ചു. കിങ്ങിണി സമ്മതത്തിനായി അവളുടെ അമ്മയെ നോക്കി. അമ്മ കണ്ണടച്ച് സമ്മതം നൽകിയപ്പോൾ അവൾ ജെനിയുടെ അടുത്തേക്ക് ചെന്നു. അവൾക്ക് നേരെ ജെനി നീട്ടിയ ബലൂണും വാങ്ങിച്ചു. മോളുടെ പേരെന്താ? അവളുടെ കൗളിൽ തഴുകിക്കൊണ്ട് ജെനി ചോദിച്ചു. ശിശിര, അമ്മ കിങ്ങിണി എന്ന് വിളിക്കും. അവൾ അവളുടെ പേര് പറഞ്ഞു കൊടുത്തു. എന്നാ ഇനി ചേച്ചി അങ്ങനെ വിളിക്കാം, കിങ്ങിണി എന്ന്. ജെനി പറഞ്ഞപ്പോ കിങ്ങിണി അവളെ നോക്കി. ചേച്ചിയുടെ പേരെന്താ? എനിക്ക് ചേച്ചിയുടെ കണ്ണ് നല്ല ഇഷ്ടായി, നല്ല രസമുണ്ട്. ജെനിയെ നോക്കി കിങ്ങിണി പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു. കിങ്ങിണി എന്നെ ജെനി ചേച്ചി എന്ന് വിളിച്ചോട്ടോ. ജെനി പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. ജെനി എണീറ്റ് നിന്നു. ഞാൻ ജെനി, ഇവരൊക്കെ എന്റെ കൂട്ടുകാരാണ്. പാച്ചു, എബി, അഞ്ജു. ചേച്ചിയുടെ പേരെന്താ? അഖില. അവര് പരിചയപ്പെട്ടു. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അത് നല്ലൊരു സൗഹൃദമായി വളർന്നു. ഇടയ്ക്കിടെയുള്ള അവരുടെ കണ്ടുമുട്ട് തുടർന്നുകൊണ്ടിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുക ചേച്ചി? ഒരു ദിവസം അഞ്ജു അഖിലയോട് ചോദിച്ചു. ചോദ്യം കേട്ടപ്പോ അഖിലയുടെ മുഖം വാടി. ചേച്ചി സോറി, ഞാൻ. അഞ്ജുവിനും വല്ലാതായി. എന്തിനാ സോറി? അല്ലെങ്കിലും നിങ്ങളോട് ഞാൻ എന്തിനാ മറച്ചു വെക്കുന്നത്? കിങ്ങിണിയുടെ അച്ഛൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ചേച്ചി, ജെനി അവളെ വിളിച്ചു. സത്യമാണ് ജെനി, അയാൾ എവിടെയാണെന്ന് അറിയില്ല. അനാഥയായി ജനിച്ച് എന്നെ കല്യാണം കഴിച്ചത് തന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ആദ്യമൊക്കെ അയാൾ നല്ല സ്വഭാവത്തിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് സ്വഭാവം മാറി. കള്ളും കഞ്ചാവും പെണ്ണും അങ്ങനെ. കള്ളു കുടിച്ചു വന്ന് അയാൾ എന്നെ കീഴ്പ്പെടുത്തിയപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനമാണ് എന്റെ മോള്. കെട്ടിറങ്ങിയപ്പോൾ അയാൾക്കൊന്നും ഓർമ്മയില്ല. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ് എന്നെ കുറെ ഉപദ്രവിച്ചു. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ് ഞാൻ. അങ്ങനെയാണ് ആനിയമ്മയെ കണ്ടതും ഇവിടെ എത്തിയതും. അഖില കരഞ്ഞു തുടങ്ങിയിരുന്നു. ജെനി അവരെ ചേർത്ത് പിടിച്ചു. അവരുടെ 4 പേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. കിങ്ങിണി ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ലേ ചേച്ചി അവളുടെ അച്ഛനെ പറ്റി? അഖിലയുടെ കരച്ചിലടങ്ങിയപ്പോൾ ജെനി ചോദിച്ചു. ഒരിക്കൽ ചോദിച്ചു. അതിന് അവൾക്കുള്ള മറുപടി കൊടുത്തത് ആനിയമ്മയാണ്. അവൾ കുഞ്ഞാകുമ്പോൾ അവളുടെ അച്ഛൻ മരിച്ചുപോയെന്ന് പറഞ്ഞു. അതിനുശേഷം അവൾ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. പക്ഷെ അവളുടെ പ്രാർത്ഥനയിൽ അവൾ മരിച്ചെന്ന് വിശ്വസിക്കുന്ന അവളുടെ അച്ഛനും ഉണ്ടാകും. അഖില ജെനിയെ നോക്കി പറഞ്ഞു. പോവാം, എനിക്ക് മതിയായി. പാർക്കിലെ കളി കഴിഞ്ഞ് അവരുടെ അടുത്തേക്ക് വന്ന് കിങ്ങിണി പറഞ്ഞു. എന്നാ പോവാം. അവരെല്ലാം എണീറ്റു. ജെനിയേച്ചി, എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരുമോ? വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് കിങ്ങിണി ജെനിയോട് ചോദിച്ചു. വേണ്ടാട്ടോ ജെനി, നീ അവളുടെ കുറുമ്പിനനുസരിച്ച് തുള്ളുന്നതുകൊണ്ട് വന്ന് തീരെ അനുസരണയില്ല. അഖില ജെനിയെ തടഞ്ഞു. ഒന്ന് പോയേ ചേച്ചി, മുടക്കം പറയാതെ. നീ വാ കിങ്ങിണി, ചേച്ചി വാങ്ങിത്തരാം. അഖിലയെ നോക്കി ചുണ്ടുപൊട്ടി ജെനി കിങ്ങിണിയും കൊണ്ട് ഐസ്ക്രീം വാങ്ങാൻ പോയി. രണ്ടും ഒരുപോലെയാണ്. അവർ രണ്ടുപേരും തുള്ളിച്ചാടി പോകുന്നുണ്ട് പാച്ചു പറഞ്ഞു. അത് കേട്ട് എബിയെ അഞ്ചു അഖിലയും ചിരിച്ചു. പിന്നീട് അങ്ങോട്ട് കിങ്ങിണിക്ക് അവളുടെ സ്വന്തം ചേച്ചിയായിരുന്നു ജെനി. അവളുടെ എല്ലാ കുസൃതിക്കും കൂട്ടുനിൽക്കുന്നത് അവളുടെ ജെനിയേച്ചിയായിരുന്നു. അതുപോലെ തന്നെ ബത്ലഹേം അന്തേവാസികളുടെ മനസ്സെല്ലാം ഒരുപോലെ കീഴടങ്ങിയ 2 പേർ. കിങ്ങിണി കുട്ടിക്കുറുമ്പിയായിരുന്നെങ്കിൽ ജെനി അവളെക്കാൾ വലിയ കുറുമ്പിയും വായാടിയുമായിരുന്നു. ഇടം വലം തിരിയാൻ അയക്കാതെ 2 പേരും ആരെയുമേ വലച്ചുകൊണ്ടിരുന്നു. എത്രയൊക്കെ കുറുമ്പും തല്ലുകൊള്ളിത്തരവും കാണിച്ചാലും ജെനിയും കിങ്ങിണിയും ബത്ലഹേമിലെ ചെല്ലക്കുട്ടികളായിരുന്നു. കോളേജ് ഇല്ലാത്ത സമയമെല്ലാം ജെനിയും കൂട്ടുകാരും ബത്ലഹേമിൽ ചിലവഴിച്ചു. കിങ്ങിണിയെ കൊണ്ട് കറങ്ങാൻ പോയും അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊടുത്തും കിങ്ങിണിയുടെ പ്രിയപ്പെട്ട ചേച്ചിയായി മാറിയിരുന്നു ജെനി. ജെനിക്കും അങ്ങനെ തന്നെയായിരുന്നു. കിങ്ങിണി അവൾക്കും ജീവനായിരുന്നു. ഇതിനിടെ അഖില ജോലിക്ക് ശ്രമിച്ചു. എംകോം കഴിഞ്ഞതുകൊണ്ട് ഏതെങ്കിലും കമ്പനി ജോലി കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ പോലെ തന്നെ അഖിലയ്ക്ക് നല്ലൊരു കമ്പനിയിൽ നിന്ന് തന്നെ ഇന്റർവ്യൂവിന് നോട്ടീസ് വന്നു. അത് അവന്റെ കമ്പനിയായിരുന്നു, വിനയ് ദേവദത്തന്റെ. ഇന്റർവ്യൂ ലെറ്റർ വന്നപ്പോൾ അഖില നല്ല സന്തോഷത്തിലായിരുന്നു. നല്ലൊരു കമ്പനിയിൽ നിന്ന് തന്നെ വന്നല്ലോ, അതിൻ്റെതായ പ്രതീക്ഷയും അഖിലയ്ക്കുണ്ടായിരുന്നു. ചേച്ചി നല്ല സന്തോഷത്തിലാണല്ലോ. അഖിലയുടെ വിടർന്ന മുഖം കണ്ട് ജെനി അവളോട് ചോദിച്ചു. ആണോന്നോ? എനിക്ക് ഉടനെ തന്നെ ഒരു ജോലിയാവും എന്ന് പ്രതീക്ഷയുണ്ട്. നല്ലൊരു കമ്പനിയിൽ നിന്ന് തന്നെ ഇന്റർവ്യൂ നോട്ടീസ് വന്നിട്ടുണ്ട്. സന്തോഷത്തോടെ അഖില അവരോട് പറഞ്ഞു. ആണോ? അപ്പൊ ഇന്ന് നമ്മൾ പുറത്തു പോകുന്നു അല്ലേ കിങ്ങിണി? ജെനി സന്തോഷത്തോടെ കിങ്ങിണിയോട് ചോദിച്ചു. അതെ, ബീച്ചിൽ പോവാം, ഒരുപാട് നേരം കളിക്കാം, പിന്നെ കുറെ ഐസ്ക്രീം. അയ്യോ വാ ജെനി ചേച്ചി. കിങ്ങിണി തുള്ളിച്ചാടി ജെനിയോട് പറഞ്ഞപ്പോ അവരെല്ലാം ചിരിച്ചു. ദേ ജെനി, ഇനി നിനക്കും അടി കിട്ടും, ഇവൾക്കും കിട്ടും, കൂടുന്നുണ്ട് രണ്ടിനും. അഖില അവരെ നോക്കി കപട ഗൗരവത്തിൽ പറഞ്ഞു. ആരോടാ ചേച്ചി പറയുന്നേ? ബെസ്റ്റ്, രണ്ടും അനുസരിക്കും. കിങ്ങിണിയുടെ കൂടെ കൂടി ജെനിക്ക് കുട്ടിക്കളിയും കൂടിയിട്ടുണ്ട്. അവളെ കളിയാക്കി എബി അഖിലയോട് പറഞ്ഞു. ഓ നിങ്ങൾ വരണ്ട, ഞാനും എന്റെ കിങ്ങിണിയും പോവാണ്. വാ മോളെ, ഇവരോട് മിണ്ടണ്ട. അവരെ നോക്കി ചുണ്ടുകൊട്ടി ജെനിയും കിങ്ങിണിയും പോയി. ഇങ്ങനെ 2 എണ്ണം. അവര് പോകുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് അഖില പറഞ്ഞു.
ആനിയമ്മേ, ഞങ്ങൾ പുറത്തു പോവാണ്. ജെനി ആനിയമ്മ കേൾക്കാൻ വേണ്ടി ഉറക്കെ പറഞ്ഞു. നിങ്ങളെന്നാ പുറത്തു പോവാത്തത്? പൊയ്ക്കോ, ഇത് തന്നെ ഒരു ശീലാക്കരുത്. ആനിയമ്മ ജെനിയെയും കിങ്ങിണിയെ നോക്കി കണ്ണുരുട്ടിയപ്പോൾ രണ്ടുപേരും ഒരുപോലെ ചിരിച്ചു കാണിച്ചു. അഖില വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ജെനിയും പാച്ചു, അഞ്ചു, എബിയും കിങ്ങിണിയും കൂടി ബീച്ചിലേക്ക് തന്നെ പോയി. കിങ്ങിണിയോടൊപ്പം തിരമാലകളെ കളിക്കുമ്പോൾ അവര് 4 പേരും ഒരുപോലെ സന്തോഷത്തിലായിരുന്നു. ഇനി എനിക്ക് ഐസ്ക്രീം വാങ്ങിത്താ ചേച്ചി. ഒരുപാട് നേരം കളിച്ചു കഴിഞ്ഞപ്പോൾ കിങ്ങിണി ജെനിയോട് പറഞ്ഞു. ഓക്കെ ബാ. ജെനിയും കിങ്ങിണിയും അവൾക്ക് ഐസ്ക്രീം വാങ്ങാൻ പോയി. അഖില കൂടെ ഇല്ലാത്തതുകൊണ്ട് കിങ്ങിണി ജെനിയെ കൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചിരുന്നു. വീണ്ടും ഒരുപാട് നേരത്തെ കളി കഴിഞ്ഞ് അവർ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. എനിക്ക് ഇനി ഐസ്ക്രീം വേണം, കിങ്ങിണി ജെനിയോട് പറഞ്ഞപ്പോൾ ജെനി അവളെ ഒന്ന് നോക്കി. ഇനിയും? ആ, വാങ്ങിത്താ ജെനി ചേച്ചി. എത്ര എണ്ണം കഴിച്ചു കിങ്ങിണി? നിന്റെ അമ്മ എന്നെ തല്ലിക്കൊല്ലും. ഇല്ല പ്ലീസ്, നല്ല ചേച്ചിയല്ലേ, ഇത് ലാസ്റ്റ്. ലാസ്റ്റ് കേട്ടോ. അതോടെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ആ, കിങ്ങിണി സന്തോഷത്തോടെ പറഞ്ഞപ്പോ അവളുടെ സന്തോഷം കണ്ട് ജെനിയും ചിരിച്ചു. അങ്ങനെ കിങ്ങിണിക്ക് ഒരു ഐസ്ക്രീം കൂടി വാങ്ങിക്കൊടുത്ത് അവർ ബദ്ലേഹിമിലേക്ക് തന്നെ ചിരിച്ചു. രാവിലെ തന്നെ അഖില ഇന്റർവ്യൂവിന് പോയി. ജെനിയും കൂട്ടരും നേരത്തെ തന്നെ കിങ്ങിണിയുടെ അടുത്ത് ഹാജർ വെച്ചിരുന്നു. അമ്മയ്ക്ക് ഈ ജോലി കിട്ടുമോ ജെനി ചേച്ചി? കിങ്ങിണി ജെനിയോട് ചോദിച്ചു. പിന്നെ കിട്ടാതെ, അമ്മയ്ക്ക് ജോലി കിട്ടിയ നമ്മൾ ഇന്നും പുറത്തു പോകും. അയ്യാ, കിങ്ങിണി തുള്ളിച്ചാടി. ജെനി, നിങ്ങൾ പുറത്തു പോകൽ നിർത്തിക്കോ. എന്നും ഓരോ കാരണം ഉണ്ടാക്കി കറങ്ങി നടക്കുന്നു. മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക്. ആനിയമ്മ അവളെ വഴക്ക് പറഞ്ഞു. നമുക്ക് ആനിയമ്മയെ കൊണ്ടുപോകണ്ട കേട്ടോ ചേച്ചി. ആനിയമ്മയെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് കിങ്ങിണി ജെനിയോട് പറഞ്ഞു. രണ്ടും ഒരേ വേവ് ലെങ്ത് ആയതുകൊണ്ട് ഹൈഫൈ അടിച്ച് അവസാനിപ്പിച്ചു. ഇന്റർവ്യൂ കഴിഞ്ഞു വന്ന അഖിലയുടെ മുഖത്തെ തെളിച്ചക്കുറവ് ജെനി ശ്രദ്ധിച്ചു. അഖില മുറിയിലേക്ക് പോയപ്പോൾ ജെനി കിങ്ങിണി ആനിയമ്മയുടെ അടുത്ത് നിർത്തി അഖിലയുടെ അടുത്തേക്ക് പോയി. ജെനി ചെല്ലുമ്പോ അഖില കരയുകയായിരുന്നു. ചേച്ചി. ജെനി അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അഖിലയെ വിളിച്ചു. അഖില പെട്ടെന്ന് ജെനിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്താ എന്താ ചേച്ചി? അഖിലയുടെ കരച്ചിൽ കണ്ടപ്പോൾ ജെനി പേടിച്ചു. എന്നാൽ അഖില ഒന്നും ഇടാതെ കരച്ചിൽ തുടർന്നു. കരയാതെ പറ ചേച്ചി. ജെനി അഖിലെ അവളിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ഇന്ന് ഇന്റർവ്യൂവിന് പോയ കമ്പനി മുൻ MLA മകൻ വിനയുടെ ആണ് ജെനി. അയാൾ എനിക്ക് ജോലി തരാന്ന് പറഞ്ഞു. പക്ഷേ അഖില കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ജെനിയെ നോക്കി. പക്ഷെ പൈസയാണോ? നമുക്കത് ഉണ്ടാക്കാം. ജോലി കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ? ജെനി അഖിലയോട് പറഞ്ഞു. പൈസയല്ല ജെനി അയാൾ ചോദിച്ചത്. പിന്നെ അയാൾക്ക് എന്റെ ശരീരമാണ് വേണ്ടത്. ജോലി തരണമെങ്കിൽ അയാൾ പറയുമ്പോഴൊക്കെ അയാളുടെ കൂടെ ചെന്ന് കിടക്കാൻ. അങ്ങനെ മാനം വിട്ടിട്ട് എനിക്കൊരു ജോലി വേണ്ട ജെനി. അഖില കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ജെനി തറഞ്ഞിരുന്നു. അവളുടെ മുഖം വലിഞ്ഞു മുറുകി. അയാൾ എന്തെങ്കിലും ചെയ്തോ ചേച്ചിയെ? സമ്മതമല്ല എന്ന് പറഞ്ഞപ്പോ അയാൾ എന്നെ ബലമായി. ഞാനൊന്ന് പൊട്ടിച്ചു. അയാളുടെ കരണം നോക്കി. അയാൾക്കിപ്പോ എന്നോട് ദേഷ്യവും. ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത അയാൾ എന്നെ എന്തെങ്കിലും ചെയ്ത് പിന്നെ എന്റെ മോള്. അഖില കരഞ്ഞു തളർന്നിരുന്നു. ജെനി അഖിലയെ ചേർത്ത് പിടിച്ച് തലോടി. അയാൾ ഒന്നും ചെയ്യില്ല. ചേച്ചിക്ക് വേറെ നല്ല ജോലി കിട്ടും. ഇനി ഇതൊന്നും ഓർക്കേണ്ട. ജെനി അവളാ കഴിയുന്ന പോലെ വാക്കുകൾ കൊണ്ട് അഖിലയെ സമാധാനിപ്പിച്ചു. അഖിലയെ സമാധാനിപ്പിച്ചെങ്കിലും ജെനിയുടെ ഉള്ളം പുകയുകയായിരുന്നു. വിനയുടെ പേര് ആലോചിക്കും തോറും അവൾക്ക് അവളുടെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. അഖില ഒന്ന് ശാന്തമായപ്പോൾ ജെനി അവളുടെ അടുത്ത് നിന്ന് പുറത്തിറങ്ങി. ആനിയമ്മയോടും കിങ്ങിണിയോടും പറഞ്ഞ് അവളുടെ കൂട്ടുകാരെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. എന്താ പ്രശ്നം? ജെനിയുടെ മുഖഭാവം കണ്ട് പാച്ചു അവളോട് ചോദിച്ചു. അഖില പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ജെനി അവരോട് പറഞ്ഞു. കേട്ട് കഴിഞ്ഞപ്പോ അവരുടെ മുഖം വലിഞ്ഞു മുറുകി. എന്താ പ്ലാൻ? അഞ്ചു അവളോട് ചോദിച്ചു. എന്ത് പ്ലാൻ? ഇതിന്റെ പേര് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ആനിയമ്മ എല്ലാം അറിയും. ചിലപ്പോ ചേച്ചിയെ തന്നെ മോശമായി ബാധിക്കാം. കേട്ടെടുത്തോളം അവൻ ഒന്നും ചെയ്യാൻ മടിയില്ലാത്തവനാണ്. ചേച്ചി അവനെ തല്ലിയതിലുള്ള ദേഷ്യം എന്തായാലും കാണും. ആ ദേഷ്യം വെച്ച് അവ ഇനിയും ചേച്ചിയുടെ നേർക്ക് വന്നാൽ അന്ന് എല്ലാത്തിനും കൂടെ കൊടുക്കാം. ജെനി പറഞ്ഞപ്പോ അവരും അത് സമ്മതിച്ചു. പതിവ് പോലെ ജെനിയും കൂട്ടരും ബദ്ലേമിലേക്ക് രാവിലെ തന്നെ പോയി. അപ്പോൾ അഖിലയും കിങ്ങിണിയും എങ്ങോട്ടോ പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എങ്ങോട്ടാ ചേച്ചി രാവിലെ തന്നെ? റെഡിയായി പുറത്തിറങ്ങി അവരെ കണ്ടപ്പോൾ ജെനി ചോദിച്ചു. കോഴിക്കോട് വരെയാണ് ജെനി. എന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് അവിടെയുള്ള കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പോസ്റ്റ് ഒഴിവ് വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഒന്ന് പോയി നോക്കട്ടെ, ജോലി കിട്ടിയാലോ? പുഞ്ചിരിച്ചുകൊണ്ട് അഖില അവളോട് പറഞ്ഞു. ആ, കിങ്ങിണിയെ കൊണ്ടുപോണോ? അവളിവിടെ നിൽക്കില്ലേ? ചിലപ്പോ ഇന്ന് വരാൻ പറ്റിയില്ലെങ്കിലോ? അവളും കൂടെ വന്നോട്ടെ, എനിക്കൊരു കൂട്ടാവില്ലേ? അഖില പറഞ്ഞപ്പോ ജെനി ചിരിച്ചുകൊണ്ട് തലയാട്ടി. പോയിട്ട് വരാട്ടോ ചേച്ചി, ടാറ്റ. ജെനിയെ കെട്ടിപ്പിടിച്ച് ജെനിക്കൊരു ഉമ്മയും കൊടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ അഖിലയും കിങ്ങിണിയും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. കിങ്ങിണി പോയപ്പോ തൊട്ട് അവിടെ ആകെ ഒരു ശൂന്യതയായിരുന്നെങ്കിലും ജെനിയും കൂട്ടുകാരും അവരുടെ തല്ലുകൊളിത്തരം കൊണ്ട് അവിടെ ആകെ മാറ്റിയെടുത്തു. എന്നത്തെയും പോലെ ദിവസം മുഴുവൻ അവരോടൊപ്പം ചിലവഴിച്ചാണ് അവർ വീട്ടിലേക്ക് മടങ്ങിയത്. തൊട്ടടുത്ത ദിവസം രാവിലെ ആനിയമ്മയുടെ കോൾ കണ്ടുകൊണ്ടാണ് ജെനി എണീറ്റത്. ഹലോ ആനിയമ്മ. ജെനി മോളെ, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വാ, അവരെയും കൂട്ടിക്കോ. എന്താ ആനിയമ്മ, എന്തെങ്കിലും പ്രശ്നം? അതൊക്കെ ഇവിടെ വരുമ്പോ വൈകല്ലേ, പെട്ടെന്ന് വരണം. ആ. ജെനി എണീറ്റ് പാച്ചുവിനെയും എബിയെ എല്ലാം വിളിച്ചു. അവർ 4 പേര് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ കണ്ടു ടെൻഷനോടെ ഐസുവിന് മുന്നിൽ നിൽക്കുന്ന ആനിയമ്മയെ. ആനിയമ്മ.
ജെനിയും കൂട്ടുകാരും ആനിയമ്മയെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. മോളെ അഖില, അവള് കരഞ്ഞുകൊണ്ട് ആനിയമ്മ അവരോട് പറഞ്ഞപ്പോ അവരെല്ലാം ഞെട്ടി. എന്താ എന്താ പറ്റിയേ? കിങ്ങിണി എവിടെ? ജെനി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇന്നലെ കോഴിക്കോട്ടേക്ക് പോയതല്ലേ ഇവര്? അവിടെ എത്തിയെന്നും ജോലി ശരിയായെന്നും പറഞ്ഞ് എനിക്ക് വിളിച്ചിരുന്നു. പിന്നെ വൈകിട്ട് വരുന്നുണ്ടോ എന്നറിയാൻ ഞാൻ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെയും വിളിച്ചപ്പോഴും അങ്ങനെയായിരുന്നു. ചാർജ് ഉണ്ടാവില്ല എന്ന് ഞാനും കരുതി. പക്ഷെ രാവിലെ വിളിച്ചപ്പോ എന്തോ അപകടം പറ്റിയെന്ന് മാത്രമാണ് അറിഞ്ഞത്. ഇങ്ങോട്ട് വന്നപ്പോ ഇതാണ് അവസ്ഥ. കിങ്ങിണിയെ കണ്ടില്ല ജെനി. എന്റെ കുഞ്ഞിനെ കാണാനില്ല. അഖില എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് കേറിയോളെ കാണ്. ആനിയമ്മ പറഞ്ഞപ്പോ ജെനി പകച്ചുകൊണ്ട് അവരെ നോക്കി. തുള്ളിച്ചാടി തന്നോട് യാത്ര പറഞ്ഞു പോയ കിങ്ങിണിയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നു. എല്ലാവരെയും നോക്കി ജെനി അഖിലയുടെ അടുത്തേക്ക് കയറി. ചേച്ചി. അകത്ത് കയറിയ ജെനി അഖിലയുടെ അടുത്ത് ചെന്നിരുന്ന് അവളെ വിളിച്ചു. മുഖത്തും കയ്യിലും എല്ലാം മുറിവ് പറ്റി കിടക്കുന്ന അഖിലയെ കണ്ടപ്പോൾ ജെനിയുടെ നെഞ്ചു നീറി. അഖില പാതി ബോധത്തിലും ജെനിയുടെ സാമീപ്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാവും അവളുടെ പേര് വിളിച്ച് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. അത് കണ്ടപ്പോൾ ജെനി അവളുടെ കാത് അഖിലയുടെ മുഖത്തിനോട് ചേർത്ത് പിടിച്ചു. ജെനി, അവൻ വീണ്ടും എന്റെ കുഞ്ഞിനെ, എന്നോടുള്ള ദേഷ്യത്തിന് എന്റെ കിങ്ങിണിയെ അഖിലയുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. ആര് ചേച്ചി? മോളെവിടെ? ജെനി അഖിലയോട് ചോദിച്ചു. അവനാണ് ജെനി, വിനയ് ദേവദത്തൻ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുന്നതാണ് അവനെന്ന്. അവനെ തല്ലിയത് കൊണ്ട് അവൻ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവൻ എന്റെ മോളെ എന്നെ ഇങ്ങനെ ആക്കിയത് അവനാണ് ജെനി. കിങ്ങിണി അവന്റെ അടുത്താണോ ചേച്ചി? അവന്റെ ഒരു ബംഗ്ലാവുണ്ട് ടൗണിൽ നിന്നുള്ളിൽ. അവിടെ എന്റെ മോള്. അവനെ വെറുതെ വിടരുത് ജെനി. എന്നെ ഉപദ്രവിക്കാൻ നോക്കിയതിന് എന്റെ കുഞ്ഞ് അവനെ തടഞ്ഞപ്പോൾ അവൻ എന്റെ മോളെ എനിക്ക് തടയാൻ കഴിഞ്ഞില്ല. എന്റെ ബോധം മറയുന്നതിന് മുമ്പ് ഞാൻ കണ്ടു ജെനി, അവൻ എന്റെ മോളെ. പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ അഖിലയുടെ ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കേട്ട കാര്യങ്ങളുടെ അമ്പരപ്പിലായിരുന്നു ജെനി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പെട്ടെന്ന് പുറത്തിറങ്ങി. അഖില പറഞ്ഞ കാര്യങ്ങൾ പാച്ചുവിനോടും എബിയോടും അഞ്ജുവിനോടും ആനിയമ്മയോടും പറഞ്ഞു. സൂക്ഷിക്കണേ മക്കളെ. കിങ്ങിണിയെ തേടി പോവാൻ തുനിഞ്ഞ ജെനിയോടും കൂട്ടുകാരോടും ആനിയമ്മ പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് അവർ 4 പേരും അവരുടെ കിങ്ങിണിയെ അന്വേഷിച്ചിറങ്ങി. അവരാദ്യം വിനയനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. അഖില പറഞ്ഞ ബംഗ്ലാവ് അവന്റെ വിഹാര കേന്ദ്രമാണെന്ന് ഇതിനോടകം അവർക്ക് മനസ്സിലായിരുന്നു. അവർ ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ചെന്നാൽ കാണാവുന്ന അവന്റെ ബംഗ്ലാവിലേക്ക് കിങ്ങിണിയെ തേടി ചെന്നു. വിനയനെയോ അവന്റെ കൂട്ടാളികളെയോ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ തറയിൽ കിടക്കുന്ന അവരുടെ കിങ്ങിണിയെ കണ്ടപ്പോൾ അവർ 4 പേരും ഒരുപോലെ മുഖം തിരിച്ചു. 4 പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേഷ്യം കൊണ്ട് അവരുടെ കണ്ണുകൾ ചുവന്നു. ചേതനയേറ്റ അവരുടെ കിങ്ങിണിയെ കാണുന്തോറും ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോയ ആ കുരുന്നിന്റെ മുഖം അവരുടെ ഓർമ്മയിൽ തെളിഞ്ഞു. എബി പറഞ്ഞു നിർത്തി എല്ലാവരെയും നോക്കി. അവരുടെ എല്ലാം മുഖത്ത് ദേഷ്യവും സങ്കടവും നിറഞ്ഞ ഒരു തരം ഭാവമാണെന്ന് അവന് മനസ്സിലായി. അച്ഛേ. എബി മഹിയെ വിളിച്ചു. മഹി നിറഞ്ഞ കണ്ണുകളോടെ അവരെ 4 പേരെയും നോക്കി. അച്ഛയ്ക്ക് അറിയുമോ, സ്വന്തം അമ്മയെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോ തടഞ്ഞതാണ് ഞങ്ങളുടെ കിങ്ങിണി. അതിനവൻ ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു വച്ചേ. കൊച്ചു കുഞ്ഞാണെന്ന് പോലും നോക്കാതെ അവൻ അതിനെ പീഡിപ്പിച്ചു. ഞങ്ങൾ അവന്റെ ബംഗ്ലാവിൽ പോയപ്പോ കണ്ട് നഗ്നയായി ചേതനയേറ്റ ഞങ്ങളുടെ കിങ്ങിണിയാണ്. ഞങ്ങളോട് ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോയതാ ഞങ്ങളുടെ കുട്ടി. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നിട്ട് വിനയ് അവനെ പോലീസ് പിടിച്ചു. മനു ഇടറിയ ശബ്ദത്തോടെ അവരോട് ചോദിച്ചു. അഖില ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം ജെനി പോലീസിനോട് പറഞ്ഞു. അവനെ പോലീസ് പിടിച്ചു. പക്ഷെ തെളിവുകളില്ലാത്തത് കൊണ്ടും അവന്റെ പണത്തിന്റെ ഹുങ്ക് കൊണ്ടും അവൻ കേസിൽ നിന്ന് ഒഴിവായി വിദേശത്തേക്ക് പോയി. അഞ്ജു അവരെ നോക്കി പറഞ്ഞു. കൊച്ചു കുഞ്ഞിനോട് വേണമായിരുന്നു അവന്റെ ക്രൂരത. പാവം, ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവില്ലേ? ജാനി സങ്കടത്തോടെ പറഞ്ഞു. അന്നത്തോടെ തളർന്നതാണ് അഖില ചേച്ചി. ആദ്യം ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെയുള്ള കിടത്തമായിരുന്നു. ആകെ അനങ്ങുന്നത് ചേച്ചിയുടെ കണ്ണ് മാത്രമായിരുന്നു. ട്രീറ്റ്മെന്റിലൂടെ ശരിയാക്കാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ആദ്യം ജോലിക്ക് പോയി തുടങ്ങിയത്. ആയുർവേദവും അലോപ്പതിയും എല്ലാം ട്രൈ ചെയ്തു. ഇപ്പൊ ചേച്ചിക്ക് പിടിച്ചു നടക്കാം. പക്ഷെ വിധി വീണ്ടും ചേച്ചിയെ തളർത്തി കളഞ്ഞു. ഒരു ദിവസം കുഴഞ്ഞു വീണതാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാത്തരം ചെക്കപ്പ് നടത്തി. ഈശ്വരൻ വീണ്ടും ചേച്ചിയുടെ ജീവിതം പരീക്ഷിച്ചു. വിധി ചേച്ചിയുടെ കിഡ്നി കൊണ്ടുപോയി ഡയാലിസിസ് നടത്തി തുടങ്ങി. ഞങ്ങൾ പോകുന്ന ജോലി കൊണ്ട് പൈസ തികയാതെ വന്നപ്പോൾ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. അങ്ങനെയാണ് ഒരുപാട് ജോലി ചെയ്യാൻ തുടങ്ങിയത്. നാളെ ചേച്ചിയുടെ സർജറിയാണ്. അതിനുള്ള പൈസ ആദ്യമേ ആനിയമ്മയെ ഏൽപ്പിക്കാനായിരുന്നു സെംഫി എന്ന പേര് ആദ്യമായി അച്ഛന്റെ അടുത്തുനിന്ന് കള്ളം പറഞ്ഞ് പൈസ വാങ്ങിയത്. പാച്ചു പറഞ്ഞപ്പോൾ അവരുടെ ആരാധനയാണോ ബഹുമാനമാണോ തോന്നുന്നതെന്ന് മഹിക്കും മറ്റുള്ളവർക്കും മനസ്സിലായില്ല. ഇത്രയും ചെറുപ്രായത്തിലെ ഇത്രയൊക്കെ ചെയ്യുന്ന അവരുടെ മക്കളെ അവരെല്ലാം അഭിമാനത്തോടെ നോക്കി. ഞങ്ങളോട് പറയാമായിരുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ? മഹി അവരോട് ചോദിച്ചു. പറഞ്ഞില്ലേ അച്ഛേ, പറയാൻ തോന്നിയില്ല. പിന്നെ ഇങ്ങനെ ആവുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. കിങ്ങിണിയുടെ മരണവും അഖില ചേച്ചിയുടെ അവസ്ഥയും എല്ലാം കൂടി ആയപ്പോൾ തകർന്നത് ജെനിയായിരുന്നു. കിങ്ങിണിയെ കൊന്നവൻ സൂചിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ ജെനിക്ക് ദൈവത്തിനോട് പോലും ദേഷ്യം തോന്നി.
ഇതുകൊണ്ടാണ് ജെനി അമ്പലത്തിൽ പോക്ക് നിർത്തിയത്. വിനയ് മരിച്ചത് കൊണ്ടാണ് ജെനി വീണ്ടും അമ്പലത്തിൽ വന്നത്. പാച്ചു അവരോട് പറഞ്ഞു. അഭിമാനം തോന്നുവാണ് മക്കളെ നിങ്ങളെ ഓർത്ത്. എന്ത് മുജ്ജന്മം പുണ്യാടോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവുക നിങ്ങളെപ്പോലെയുള്ള മക്കളെ കിട്ടാൻ. ഈശ്വര, ഞാൻ എന്റെ കുഞ്ഞിനെ അടിച്ചല്ലോ. ഒത്തിരി വേദനിച്ചു കാണും. കരഞ്ഞുകൊണ്ടല്ലേ ഇവിടെ നിന്ന് പോയത്. ചന്ദ്ര, നിനക്കറിയുമോ, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത അച്ഛനാണ് ഞാൻ. അതുകൊണ്ടല്ലേ ജെനി എന്റെ മോളായി കിട്ടിയത്. സന്തോഷത്തോടെ മഹി പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരുടെയും കണ്ണും മനസ്സും നിറഞ്ഞു. അച്ചുവിന് അവന്റെ പെണ്ണിനെ ഓർത്ത് അഭിമാനം തോന്നി. അവളോട് കൂടുതൽ സ്നേഹവും. അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവന്റെ ഉള്ളം തുടിച്ചു. എന്തായാലും ആ കുഞ്ഞിനെ കൊന്ന അവനെ ആദ്യം ദൈവം വളരെ അനുവദിച്ചെങ്കിലും ദൈവം തന്നെ അവനുള്ള ശിക്ഷയും കൊടുത്തില്ലേ. കത്തിക്കരിഞ്ഞില്ലേ അവൻ. രോഷത്തോടെ ചന്ദ്രൻ പറഞ്ഞു. ആര് പറഞ്ഞു അവനെ ശിക്ഷിച്ചത് ഈശ്വരനാണെന്ന്? അവനുള്ള ശിക്ഷ വിധിച്ചത് ഞാനാണ്, ജനനി. കുഴഞ്ഞുകൊണ്ടുള്ള ശബ്ദം കേട്ടപ്പോൾ അവർ തിരിഞ്ഞു നോക്കി. കയ്യിലൊരു ബിയർ ബോട്ടിലുമായി ഡോറി ചാരി നിൽക്കുന്ന അവളെ കണ്ട് എല്ലാവരും ഞെട്ടി എണീറ്റു.